നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നെറ്റ് പരീക്ഷ അടുത്തിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും നെറ്റിനും സെറ്റിനും ഒക്കെ വേണ്ടി പഠിക്കുന്ന തിരക്കിലായിരിക്കും. നിങ്ങളെ സഹായിക്കാൻ നമ്മളുണ്ട്. നിങ്ങളപ്പോൾ നമ്മുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം, നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് ആയാലും സെറ്റ് ആയാലും വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കുന്നത്. എങ്കിൽ കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനമാണ്. ഒരുപാട് ചോദ്യങ്ങൾ അത് ജനറൽ പേപ്പറിലായാലും നമ്മുടെ സബ്ജക്റ്റിലായാലും ആവർത്തിച്ച് കാണാറുണ്ട്. നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്, ചോദ്യങ്ങൾ അതേപടി ആവർത്തിക്കുന്നത് കുറവാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റായ ഓപ്ഷൻസ് പോലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. പിന്നെ മാതൃക മാറ്റിയും ചോദ്യം ചോദിക്കാറുണ്ട്. ചോദ്യോത്തര രീതിയിൽ ഒരിക്കൽ ചോദിച്ച ചോദ്യം ചിലപ്പോൾ അടുത്ത നെറ്റ് എക്സാമിലേക്ക് വരുമ്പോ ചേരുംപടി ചേർക്കുക എന്ന തരത്തിലോ തെറ്റായത് കണ്ടെത്തുക എന്ന തരത്തിലോ ഒക്കെ ചോദിച്ചും വരാറുണ്ട്. ഈ അടുത്ത് നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാല് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സിനിമകളെ കുറിച്ച്, സിനിമയിലെ ഡയലോഗിനെ കുറിച്ച്, സിനിമാ സംവിധായകരെ കുറിച്ച്, ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ചൊക്കെ ധാരാളം ചോദ്യങ്ങള് വരുന്നുണ്ട്. അപ്പോ ഒരു സിനിമയെ കുറിച്ചുള്ള, സിനിമയുമായി ബന്ധപ്പെട്ട, സംവിധായകരുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടു കൂടി തന്നെ നമുക്ക് ഇന്ന് ക്ലാസ് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പട്ടിക 1 സിനിമകൾ: വാസ്തുഹാര, സ്ഫടികം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ഭൂമിയുടെ അവകാശികൾ. ഇതിൽ പല പേരുകളും നിങ്ങൾ സാഹിത്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുകഥ പഠിക്കുമ്പോൾ, കവിത പഠിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് അതിലേക്ക് വരാം. രണ്ടാമത്തെ പട്ടികയിൽ സംവിധായകരുടെ പേരാണ് ഭദ്രൻ, TV ചന്ദ്രൻ, അരവിന്ദൻ, KP കുമാരൻ. ആരാണ് കൃത്യമായി ഈ സിനിമകൾ സംവിധാനം ചെയ്തത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് ആദ്യമായി ഈ കൃതികളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സിനിമകളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായി വാസ്തുഹാര. G അരവിന്ദനാണ് വാസ്തുഹാര എന്ന സിനിമ സംവിധാനം ചെയ്തത്. അതിനു മുന്നേ ഈ പേര് നമ്മൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടാകാം. CV ശ്രീരാമന്റെ ഒരു ചെറുകഥയാണ് വാസ്തുഹാര. CV ശ്രീരാമന്റെ കൃതിയാണ് വാസ്തുഹാര. ഈ കൃതിക്ക് 1983 കഥാസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു. ശ്രദ്ധിക്കുക, 1983 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കഥയാണ് വാസ്തുഹാര. അത് രചിച്ചിരിക്കുന്നത് CV ശ്രീരാമനാണ്. അത് തന്നെയാണ് പിന്നീട് സിനിമയുടെ രൂപത്തിൽ ഇറങ്ങിയത്. G അരവിന്ദൻ സംവിധാനം ചെയ്തു. 1991 പുറത്തിറങ്ങി. മോഹൻലാൽ, നീന ഗുപ്ത, നീലാഞ്ജന മിത്ര, ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. വാസ്തുഹാര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോഹൻലാൽ വേണു എന്ന കഥാപാത്രമായി വന്ന സിനിമയാണ്. ടിവിയിലൊക്കെ ഇടക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ CV ശ്രീരാമന്റെ വാസ്തുഹാര എന്ന ചെറുകഥയെ കുറിച്ചും നമ്മുടെ G അരവിന്ദൻ സംവിധാനം ചെയ്ത വാസ്തുഹാര എന്ന സിനിമയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, മാറിപ്പോകരുത്. ഇനി ഈ സിനിമയുടെ പ്രമേയം എന്താണെന്ന് മനസ്സിലാക്കാം. 1947 1971 ഉണ്ടായ അഭയാർത്ഥി പ്രവാഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ അല്ലെങ്കിൽ ഈ കൃതി രചിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സിനിമയും പുറത്തിറങ്ങിയത്. 1947 വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടായ അഭയാർത്ഥി പ്രവാഹങ്ങളെ കുറിച്ച് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ 1971 ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് കുടിയേറിയവരെ കുറിച്ച്, ആ അഭയാർത്ഥികളെ കുറിച്ച്, അവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മളെ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിഭജനം എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ ബാധിക്കുന്നത്, എപ്രകാരമാണ് അത് മനുഷ്യനെ അസ്വസ്ഥനാക്കുന്നത്, ആരെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് പറയുകയാണ് ഈ
സിനിമയും ചെറുകഥയും ചെയ്യുന്നത്. അങ്ങനെ ഈ വിഭജനത്തിന്റെ മുറിവുകൾ ഏൽക്കേണ്ടി വന്ന ഒരു ബംഗാളി വിധവയുടെ ജീവിതമാണ് ഇവിടെ പശ്ചാത്തലമായി വരുന്നത്. ശ്രദ്ധിക്കുക, വാസ്തുഹാര എന്ന ചെറുകഥ CV ശ്രീരാമൻ രചിച്ചു. 1983 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. സിനിമ വാസ്തുഹാര G അരവിന്ദൻ സംവിധാനം ചെയ്തു. മോഹൻലാലും ശോഭനയും ഒക്കെ അഭിനയിച്ചു. 1991 പുറത്തു വന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച സംവിധായകന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം ലഭിച്ചു. മികച്ച മലയാള ചലച്ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. ശ്രദ്ധിക്കുക, വാസ്തുഹാര CV ശ്രീരാമൻ 1983 അവാർഡ് കിട്ടിയ ചെറുകഥ. 1991 G അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമയും വാസ്തുഹാരയാണ്. മോഹൻലാലാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ വാസ്തുഹാരയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങള്, അതിന്റെ പ്രമേയം ഒക്കെ മനസ്സിലായി. അടുത്തത് ഏത് സിനിമയാണെന്ന് നമുക്ക് നോക്കാം. സ്ഫടികം. ഇതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ കണ്ട നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിനിമയാണ് സ്ഫടികം. മോഹൻലാലിന്റെ സിനിമയാണ്. 1995 പുറത്തു വന്നു. സംവിധാനവും രചനയും നിർവഹിച്ചത് ഭദ്രനാണ്. ശ്രദ്ധിക്കുക, സംവിധാനവും രചനയും ഭദ്രൻ. ആടുതോമ എന്ന നായക കഥാപാത്രമായി അഭിനയിച്ചത് മോഹൻലാൽ ആയിരുന്നു. ആടുതോമ എന്ന് പറയുമ്പോൾ തന്നെ സ്ഫടികം സിനിമയെ ഓർമ്മ വരും, ചാക്കോ മാഷിയൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ സംവിധാനവും രചനയും ഭദ്രനാണ്. നമുക്ക് ആ സിനിമയുടെ കഥ അറിയാം, അതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരൊക്കെ എന്നറിയാം, അവരുടെ പേരറിയാം, ആ സിനിമയുടെ കഥയും കാര്യങ്ങളും പാട്ടും ഒക്കെ നമുക്ക് മനഃപ്പാഠമായിരിക്കും. പക്ഷെ ആ സംവിധായകൻ ആരാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഭദ്രനാണ് സംവിധായകൻ. ഇത് മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ വജ്രം എന്ന പേരിൽ, തമിഴിൽ വീരാപ്പു എന്ന പേരിൽ, കന്നഡയിൽ മിസ്റ്റർ തീർത്ഥ എന്ന പേരിൽ ഇതേ സിനിമ സ്ഫടികം റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതില് തെലുങ്കിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നാഗാർജുനയും, തമിഴിൽ സുന്ദരും, കന്നഡയിൽ സുദീപുമായിരുന്നു. ഇതും ഒന്ന് മനസ്സിലാക്കി വെക്കുക, ചിലപ്പോൾ ഇത് ചോദിച്ചേക്കാം. സ്ഫടികം സിനിമയെ കുറിച്ച്, അതിന്റെ സംവിധായകനെ കുറിച്ചായിരുന്നു ഈ ചോദ്യമെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോ അത് മറ്റു ഭാഷകളിൽ വരുമ്പോൾ ആരായിരുന്നു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്, എന്തായിരുന്നു അതിന്റെ പേര് എന്നൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യവും ശ്രദ്ധിച്ചു വെക്കുക. സ്ഫടികത്തിന് വന്ന ഏത് ചോദ്യവും നിങ്ങൾ തെറ്റിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് അറിയുന്ന, ചെറുപ്പം തൊട്ടേ കണ്ട് ശീലിച്ച സിനിമയാണ്. ഇപ്പോഴും നമ്മളെ ടെലിവിഷനിൽ വരുമ്പോ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ വാസ്തുഹാര സ്ഫടികം, രണ്ട് കാര്യങ്ങള്, രണ്ട് സിനിമകള്, രണ്ട് സംവിധായകര് നമ്മള് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ആരാണെന്ന് നോക്കാം. അടുത്ത സിനിമ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഈ പേര് നിങ്ങള് കേട്ടിട്ടുണ്ടാവും. എവിടെയാണ് കേട്ടത്? നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ കുമാരനാശാന്റെ കൃതികളെ കുറിച്ച് കേട്ടു. അതിലെ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന അദ്ദേഹത്തിന്റെ കാവ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ പേര് നമുക്ക് വളരെ പരിചിതമാണ്. അദ്ദേഹത്തിനെതിരെയൊക്കെ വന്ന ആരോപണങ്ങൾക്ക് ഉത്തരമായി അദ്ദേഹം എഴുതിയ SNDP യോഗത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾക്കൊക്കെ ഉത്തരമായി അദ്ദേഹം എഴുതിയ കാവ്യമായിരുന്നു ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പൊ ഈ സിനിമ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? കുമാരനാശാന്റെ ജീവചരിത്രമാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക കുമാരനാശാനെ കുറിച്ചായിരിക്കും. അദ്ദേഹത്തിന്റെ ജീവചരിത്രം തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2022 പുറത്തിറങ്ങി. സംവിധായകൻ ആരാണ്? വളരെ വളരെ പ്രധാനമാണ്, KP കുമാരൻ. സംവിധാനം KP കുമാരൻ. അതാണ് നമ്മുടെ ചോദ്യം. ഇനി പ്രധാന അഭിനേതാക്കൾ: ശ്രീവത്സൻ J മേനോൻ, പ്രമോദ് രാമൻ, ഗാർഗി അനന്തൻ, രാഹുൽ രാജഗോപാൽ. ശ്രദ്ധിക്കുക, ആദ്യത്തെ രണ്ടു പേരെങ്കിലും മറക്കാതിരിക്കുക. സംവിധാനം ചെയ്തത് KP കുമാരൻ, അഭിനയിച്ചത് ശ്രീവത്സൻ J മേനോൻ, പ്രമോദ് രാമൻ ഒക്കെ ആയിരുന്നു. ഇനിയൊരു ചോദ്യം, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ എന്ന കവിത രചിച്ചതാര്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കവിത രചിച്ചത് ആശാൻ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തത് KP കുമാരൻ. എങ്കിൽ ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ എന്ന കവിത രചിച്ചതാര്? നിങ്ങൾക്കറിയാം, റഫീഖ് അഹമ്മദ് ആണ് ഉത്തരം.
ഇനി അടുത്തത് നാലാമത്തെ സിനിമ ഭൂമിയുടെ അവകാശികൾ. ആരാണ് സംവിധാനം ചെയ്തത്? TV ചന്ദ്രൻ. TV ചന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഭൂമിയുടെ അവകാശികൾ. ശ്രദ്ധിക്കുക, ഏത് വർഷമാണ് പുറത്തിറങ്ങിയത്? 2012. ഭൂമിയുടെ അവകാശികൾ എന്ന പേര് നമ്മൾ മറ്റൊരിടത്ത് കേട്ടിട്ടുണ്ട്. ബഷീറിന്റെ കൃതിയാണ്. പക്ഷെ ആ കൃതിയും ഈ സിനിമയും തമ്മിൽ ബന്ധമില്ല. ശ്രദ്ധിക്കുക, ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി ബഷീറിന്റെയും ഭൂമിയുടെ അവകാശികൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് TV ചന്ദ്രനുമാണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. വാസ്തുഹാര ആരായിരുന്നു സംവിധായകൻ? അതെ, അരവിന്ദനായിരുന്നു. അപ്പോൾ A3 ആണ് ഉത്തരമായി വരുന്നത്. B സ്ഫടികം ആരായിരുന്നു? ഭദ്രൻ. ഇനി ഗ്രാമവൃക്ഷത്തിലെ കുയിൽ KP കുമാരൻ. ഭൂമിയുടെ അവകാശികൾ TV ചന്ദ്രൻ. അങ്ങനെ ഏതാണ് ശരിയുത്തരം വരുന്നത്? ഓപ്ഷൻ 3 ആണ് ശരിയുത്തരം വരുന്നത്. വാസ്തുഹാര, അരവിന്ദൻ, സ്ഫടികം, ഭദ്രൻ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ KP കുമാരൻ, ഭൂമിയുടെ അവകാശികൾ TV ചന്ദ്രൻ. ഓപ്ഷൻ 3 is the correct answer. ശ്രദ്ധിക്കുക, വാസ്തുഹാരയെ കുറിച്ചും സ്ഫടികത്തെ കുറിച്ചും ഗ്രാമവൃക്ഷത്തെ കുയിലിനെ കുറിച്ചും ഭൂമിയുടെ അവകാശികളെ കുറിച്ചും മറക്കാതിരിക്കുക. ഇനി ഈ സംവിധായകരിൽ ചിലരെ ചോദിക്കാൻ സാധ്യതയുള്ള സംവിധായകരെ കൂടി നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ഭദ്രൻ. നേരത്തെ ഏത് സിനിമയായിരുന്നു ഭദ്രൻ സംവിധാനം ചെയ്തത്? സ്ഫടികമായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു 1982, ചെങ്ങാത്തം തൊട്ടടുത്ത വർഷം 1983, ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ 1984, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് 1986, ഇടനാഴിയിൽ ഒരു കാലൊച്ച 1987, അയ്യർ ദ ഗ്രേറ്റ് 1990, അങ്കിൾ ബൺ 1991, സ്ഫടികം നമ്മൾ നേരത്തെ പറഞ്ഞു 1995, യുവതുർക്കി 1996, ഒളിമ്പ്യൻ അന്തോണിയാദം 1999, വെള്ളിത്തിര 2003, ഉദയോൻ 2005. ഇതൊക്കെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സിനിമകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഭദ്രനെ കുറിച്ച് പറയുമ്പോൾ സ്ഫടികത്തിന്റെ സംവിധായകൻ എന്ന് മനസ്സിലാക്കുക. കൂടാതെ അദ്ദേഹം സംവിധാനം ചെയ്ത പ്രധാന സിനിമകൾ ഏത് എന്ന് മനസ്സിലാക്കുക. എല്ലാത്തിന്റെയും വർഷം പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി അഥവാ കാലക്രമം അനുസരിച്ച് ചിട്ടപ്പെടുത്താൻ വന്നാൽ ഉത്തരം എഴുതാൻ സാധിക്കണം. ഏകദേശം ഏത് സിനിമയാണ് ആദ്യം വരുന്നത്, അവസാനം വരുന്നത് ഏത് സിനിമയാണ് എന്നെങ്കിലും നിങ്ങളെ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഭദ്രനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മറ്റു സിനിമകളെ കുറിച്ചായിരിക്കും അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം വരിക. അടുത്തത് അരവിന്ദന്റെ സിനിമകൾ. നമ്മൾ നേരത്തെ വാസ്തുഹാര എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ അത് സംവിധാനം ചെയ്തത് അരവിന്ദനായിരുന്നു എന്ന് പറഞ്ഞു. അരവിന്ദനെ കുറിച്ച് മിക്ക നെറ്റ് പരീക്ഷകളിലും ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകൾ ഏത് എന്ന് മനസ്സിലാക്കുക. ഏത് വർഷമാണ് പുറത്തിറങ്ങിയത് എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഉത്തരായനം 1974 ഒരുപാട് പ്രാവശ്യം പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. ഉത്തരായനം 1974 ജി അരവിന്ദൻ. കാഞ്ചന സീത 1977, തമ്പ് 1978, കുമ്മാട്ടി 1979. ഈ 4 സിനിമകളെ കുറിച്ചും നെറ്റ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. നിർബന്ധമായും ഈ 4 സിനിമകളെയും സംവിധായകനെയും വർഷവും പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. എസ്തപ്പാൻ 1980, പോക്കുവെയിൽ 1981 പഠിച്ചു വെക്കുക. ചിദംബരം 1985, ഒരിടത്ത് 1986, മാറാട്ടം 1988, ഉണ്ണി 1989, നമ്മൾ നേരത്തെ പറഞ്ഞ വാസ്തുഹാര 1991. എല്ലാം വർഷം ബൈഹാർട്ട് പഠിക്കുന്നില്ലെങ്കിലും പ്രധാനമായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിർബന്ധമായും അരവിന്ദന്റെ സിനിമകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നും കൂടി ചുരുക്കി പറയാം. നമ്മള് ചേരുംപടി ചേർക്കുക എന്ന ചോദ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് ആരംഭിച്ചത്. ഒരു ഭാഗത്ത് സിനിമകളുടെ പേര്, ഒരു ഭാഗത്ത് സംവിധായകരുടെ പേര്, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു സിനിമ? വാസ്തുഹാര, സ്ഫടികം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ,
ഭൂമിയുടെ അവകാശികൾ. അതിന്റെ സംവിധായകർ ആരാണെന്ന് പഠിച്ചു. ആ സിനിമകളിലെ പ്രധാനമെന്ന് തോന്നിയവയുടെ സവിശേഷതകൾ പഠിച്ചു. പുറത്തിറങ്ങിയ വർഷവും പഠിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ട സംവിധായകരെ എടുത്ത് ഏറ്റവും പ്രധാനമെന്ന് തോന്നിയ സംവിധായകരുടെ സിനിമകൾ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനമായത് ജി അരവിന്ദനാണെന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്ന് ചോദ്യം വന്നാലും നിങ്ങളെ വളരെ ആത്മവിശ്വാസത്തോടെ ഉത്തരം എഴുതുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യ ചോദ്യം സിനിമകളെ കുറിച്ച് ബന്ധപ്പെട്ടതായിരുന്നു. ഒരു ഭാഗത്ത് 4 സിനിമകള്: വാസ്തുഹാര, സ്ഫടികം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പിന്നെ ഒന്നുകൂടി ഭൂമിയുടെ അവകാശികൾ. മറുവശത്ത് സംവിധായകരുടെ പേര്. ഈ സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് പഠിച്ചു. പുറത്തു വന്ന വർഷം ഏതാണെന്ന് നമ്മൾ പഠിച്ചു. അതുകൂടാതെ ആ സംവിധായകരുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ, അവർ സംവിധാനം ചെയ്ത പ്രധാന സിനിമകൾ പഠിച്ചു. അതിൽ ഏറ്റവും പ്രധാനം അരവിന്ദനാണ്. ശ്രദ്ധിക്കുക, എല്ലാ പരീക്ഷകൾക്കും വരാറുണ്ട്. പ്രധാന സിനിമകളുടെ വർഷം കൂടി പഠിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട്, അതിലെ സിനിമകളുമായി ബന്ധപ്പെട്ട്, സംവിധായകരുമായി ബന്ധപ്പെട്ടൊക്കെ എവിടെ നിന്ന് ചോദ്യം വന്നാലും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഉത്തരം എഴുതുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 1 പി പ്രേമചന്ദ്രൻ, ഓപ്ഷൻ 2 കെ സേതുരാമൻ, 3 പി പവിത്രൻ ആൻഡ് 4 ജോർജ് ഓണക്കൂർ. മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം. നിങ്ങളിൽ പലർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. നമ്മളിൽ പലരും വായിച്ച പുസ്തകമായിരിക്കും. ഓപ്ഷൻ 3 പി പവിത്രനാണ് ഉത്തരം. പവിത്രൻ മാഷിന്റെ മറ്റ് കൃതികൾ കൂടി ഒന്ന് പഠിച്ചു പോകാം. ആധുനികതയുടെ കുറ്റസമ്മതം 2000, ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങൾ 2002, MN വിജയൻ എന്ന കേരളീയ ചിന്തകൻ 2013, മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം 2014. ശ്രദ്ധിക്കുക, വർഷം ശ്രദ്ധിക്കുക. പ്രണയ രാഷ്ട്രീയം, കോളനിയാനന്തരവാദം, ഭൂപടം തലതിരിക്കുമ്പോൾ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂപടം തലതിരിക്കുമ്പോൾ നോവൽ പഠനമാണ്. ഭൂപടം തലതിരിക്കുമ്പോൾ. ഈ കൃതി ആരാണ് എഴുതിയത് എന്ന് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ടവയുടെ വർഷവും ഒന്ന് മനസ്സിൽ കുറിച്ചു വെക്കുക. ഇനി അടുത്ത് നമ്മള് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ ഓപ്ഷനിൽ ഉണ്ടായ ഒരു പുസ്തകമായിരുന്നു മലയാളി ഒരു ജനിതക വായന എഴുതിയ കെ സേതുരാമൻ എന്നൊരു ഓപ്ഷൻ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മലയാളി ഒരു ജനിതക വായന. ഈ 2 പുസ്തകങ്ങളും നിങ്ങൾക്ക് പരസ്പരം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം പി പവിത്രൻ, മലയാളി ഒരു ജനിതക വായന കെ സേതുരാമൻ. ഇനി അതുപോലുള്ള മറ്റൊരു പുസ്തകത്തിന്റെ പേരും കൂടിയുണ്ട്, നമ്മുടെ ഓപ്ഷനിൽ ഇല്ല എങ്കിലും ഞാൻ കൂട്ടിച്ചേർത്തു. മലയാളം ക്ലാസിക് ഭാഷ, പഴക്കവും വ്യക്തിത്വവും. ഇത് എഴുതിയത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. ഒരു പക്ഷേ ചോദിച്ചേക്കാം, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയേക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പി പവിത്രന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏത്? മലയാളി ഒരു ജനിതക വായന എഴുതിയത് കെ സേതുരാമനാണ്. മലയാളം ക്ലാസിക് ഭാഷ, പഴക്കവും വ്യക്തിത്വവും എഴുതിയത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. അപ്പോ ഇന്ന് പഠിച്ച പ്രധാന കാര്യങ്ങള് ഒന്നുകൂടി ഈ ക്ലാസ് കേൾക്കുക. ആവശ്യമുള്ളവർ നോട്ട് എഴുതി വെക്കുക. മനസ്സിൽ വീണ്ടും ഉറപ്പിച്ചു വെക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. റീസെന്റ് ആയി നടന്ന നെറ്റ് പരീക്ഷയിൽ ചോദിച്ചതാണ്. അതുകൊണ്ട് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓപ്ഷൻ അടക്കം, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടക്കം വളരെ ഡീറ്റെയിൽ ആയി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ വരിക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ബാക്കി ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. പരീക്ഷ അടുത്തിരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.